തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം വെച്ചുകൊണ്ട് നന്നായിട്ട് വരാൻ തന്നെയാണ് സാധ്യത എന്ന് പി ജയരാജൻ നമ്മുടെ മന്ത്രി പറഞ്ഞതുപോലെ ഇനി എന്തെല്ലാമാണ് വരാൻ പോകുന്നത് എന്ന് രാജീവൻ്റെ പേരും കൂടി വെച്ചുകൊണ്ട് ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സന്ദർഭത്തിൽ അതിൽ വളരെ വലിയൊരു പ്രശ്നം കരുവണ്ണൂർ കേസിലെ ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രതിയാണ് മാപ്പുസാക്ഷിയായത്. അത് വിചിത്രമായൊരു സംഭവമല്ലേ? ഒന്നാം പ്രതി തന്നെ മാപ്പുസാക്ഷിയാകുക, എന്നിട്ട് ആ സാക്ഷി പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പുസാക്ഷി പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കിഷ്ടം പോലെ കാര്യങ്ങൾ തീരുമാനിച്ചു പോകുന്ന സമീപനം സ്വീകരിക്കുക. ഇതെല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട രാജീവൻ മന്ത്രി പറഞ്ഞത് ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി ഒന്നാം പ്രതിയെ തന്നെ മാപ്പുസാക്ഷിയാക്കി. ഇത് മുമ്പ് മറ്റേ സ്വർണ്ണ കേസിൻ്റെ അകത്തും ഇത് തന്നെയാണ് ഉണ്ടായിരുന്നത്. ശരിയായ ഒന്നാം പ്രതിയെ അതിൻ്റെ മാപ്പുസാക്ഷിയാക്കി രൂപപ്പെടുത്താനുള്ള ശ്രമമാണ് അവർ നടത്തിയിട്ടുള്ളത്. സ്വപ്ന സുരേഷിൻ്റെ കാര്യം അങ്ങനെയാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്ന നിലയാണെന്നുള്ള വ്യക്തത ജനങ്ങൾക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള ഓരോന്നും കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്ന നിലയാണെന്നുള്ള വ്യക്തത ജനങ്ങൾക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള ഓരോന്നും കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്ന നിലയാണെന്നുള്ള അതെ, അതും ഇപ്പോൾ ഒരു ഏകപക്ഷീയമായിട്ട് പറയുന്നതാണല്ലോ. നമ്മൾ അതിൻ്റെ ഞാനിപ്പോൾ അതിൻ്റെ പ്രത്യേക പോകുന്നില്ല. കാരണം അതിൻ്റെ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടൊരു പ്രത്യേക ടീമിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അതാണ് നിങ്ങളെല്ലാം പറഞ്ഞ വാർത്ത എല്ലാം പറഞ്ഞത്. 3 ആളെ ഇല്ലേ, 3 ആളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഞാനും നിങ്ങളും എല്ലാം കണ്ടു കേട്ടു. അതിന് 4 മാസത്തെ സമയവും കൊടുത്തിട്ടുണ്ട്. ഈ 4 മാസത്തെ സമയം കൊടുത്തതിൻ്റെ ഇടയിൽ അതിലൊരാൾ ഒരു വാർത്ത പുറത്തു വിട്ടിരിക്കുകയാണ്. അതിന് മേലെ പ്രതികരിക്കാൻ പോകേണ്ട വല്ല കാര്യമുണ്ടോ? അന്വേഷിക്കട്ടെ, കൃത്യമായിട്ട് അന്വേഷിച്ചു വരട്ടെ. ഞാൻ മനസ്സിലാക്കിയതല്ല, നമ്മളെല്ലാവരും മനസ്സിലാക്കി തന്നെ. അല്ല, അതിലും നമ്മൾ പറയാൻ പറ്റില്ല. അവരെന്താ എന്ത് നിലപാടാ അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടെന്താ ചെയ്ത് ഇതുവരെ? ഈ കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ള തർക്ക പരിഹാര ബോർഡിൻ്റെ മുമ്പിലാണല്ലോ ഈ പ്രശ്നമുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. ആദായ നികുതി തർക്ക പരിഹാര ബോർഡിൻ്റെ മുമ്പിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളത്. എന്താ ഉണ്ടായത്? ആദ്യം ഈ KMRL കമ്പനിയുടെ ഉടമ CMRL ഉടമ തങ്ങളുടെ സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ ചെലവ് പരിഗണിക്കാതെയാണ് ആദായ നികുതി പിടിക്കാൻ തീരുമാനിച്ചത് എന്നുള്ളതിൻ്റെ പരാതിയാണ് ആദ്യമായിട്ട് കൊടുക്കുന്നത്. അതിനാൽ ചെലവ് അംഗീകരിച്ച് ആദായ നികുതി ഇളവ് വേണം എന്നതായിരുന്നു പരാതിയുടെ ഉള്ളടക്കം. തർക്കമില്ലല്ലോ. ഇത് CMLRൻ്റെ ഭാഗമായിട്ട് അവർ കൊടുത്ത പരാതിയെ തുടർന്ന് ഇതിലേതൊക്കെ പരിശോധിച്ച് ഇളവ് നൽകാം എന്നതിനെപ്പറ്റി അവർ ചർച്ച ചെയ്തു. അത് പരിശോധിച്ചപ്പോഴാണ് ഈ എക്സലോജിക് കമ്പനിയും കൊച്ചി മിനറൽ ആൻഡ് റൂട്ടൈൽ കമ്പനിയും കരാറുണ്ടാക്കിയ കാര്യമെല്ലാം പുറത്തു വരുന്നു. ഇത് പ്രകാരം നൽകിയ പണം ബാങ്ക് വഴിയാണ് ഉണ്ടായത്. ഈ പണം അടച്ചത് സേവനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് കൊടുത്തത് GST ഉൾപ്പെടെയുള്ള എല്ലാ നികുതിയും കൊടുത്തിട്ടുണ്ട് എന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇത് മാസപ്പടിയാണോ കള്ളപ്പണമാണോ എന്നുള്ള ചോദ്യം വന്നപ്പോൾ അല്ല, കൃത്യമായിട്ട് സേവനത്തിൻ്റെ ഭാഗമാണ് എന്ന കാര്യം പറഞ്ഞു. പിന്നീട് പറഞ്ഞത് GST കൊടുത്തില്ല എന്നാണ്. അപ്പോൾ GST കൊടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞു. അപ്പോൾ GSTയുടെ കൃത്യമായ കണക്ക് കൊടുത്തിട്ടുണ്ട്. 2 കമ്പനികൾ തമ്മിലുണ്ടാക്കിയ കരാർ പ്രകാരം സേവനം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി പ്രതിഫലം നൽകുകയും ചെയ്ത ഒരു പദ്ധതിയെക്കുറിച്ചാണ് ബന്ധപ്പെട്ടവരിൽ നിന്ന് പരാതി വാങ്ങാതെ, അതായത് പറഞ്ഞത് പരാതി വാങ്ങാതെ ഏകപക്ഷീയമായി അന്വേഷണത്തിന് ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നുള്ളത് തന്നെയാണ് അത് പറഞ്ഞത്.
അതുകൊണ്ട് ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാനാവുന്ന കാര്യമല്ല, ഏകപക്ഷീയമായ രീതിയിൽ വരികയാണ്. അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കാണണം. അതാണ് ഇതിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രശ്നം. ഇനി ഇത് മാത്രമല്ല, ഇതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾ CMRൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ടുണ്ട്. അവരാരും നിഷേധിച്ചില്ല, ഇപ്പോൾ നിഷേധിച്ചില്ല അല്ലേ? ആരും നിഷേധിച്ചില്ല, നിഷേധിച്ചില്ല. അതിൽ പേരൊന്നും ഞാൻ പറയണ്ടില്ല. UDF നേതാക്കന്മാരൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇല്ലില്ല, LDF നേതാക്കന്മാരില്ല. PV ഇല്ലാന്ന് പിണറായി പറഞ്ഞു. ഞാനല്ല PV എന്ന് അതാ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ എന്നാൽ പറഞ്ഞില്ലല്ലോ ഇതുവരെ. അവരെല്ലാം ഉണ്ട് വരെ പറഞ്ഞു. അതെന്തിനാ നിങ്ങൾ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയാന്നുകൊണ്ട് നിങ്ങൾക്ക് നില താല്പര്യം. അവർ UDFകാർ പറഞ്ഞത് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നാണ്. വാങ്ങിയിട്ടുണ്ടെങ്കിൽ റെസീറ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ആ കാര്യം അന്വേഷിക്കണമല്ലോ. പിണറായി വിജയൻ പറഞ്ഞു ഞങ്ങൾ പൈസയും വാങ്ങിയിട്ടില്ല, എൻ്റെ പേരുമില്ല. രണ്ടും ആ രീതിയിൽ കണ്ടോളണം. അന്വേഷിച്ചോട്ടെ. അതെന്താ അന്വേഷിക്കാത്തത്? നിൽക്കട്ടെ ആയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തീർക്കട്ടെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പിണറായി വിജയൻ തൻ്റെ പേരല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പണം രശീതി നൽകി വാങ്ങിയതാണെന്നാണ് UDF നേതാക്കൾ അവകാശപ്പെടുന്നത്. ഇതിൻ്റെ രശീതിയോ മറ്റ് തെളിവുകളോ അല്ലേ ഇല്ലാതെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ചെലവായി സെറ്റിൽമെന്റ് ബോർഡ് അംഗീകരിച്ചു. അതെന്തൊരു വിചിത്രമായ അംഗീകാരമാണ്. അങ്ങനെ അംഗീകരിച്ചു. ഇതിന്റെ രശീതിയോ എന്തോ കാര്യമെന്നോ എങ്ങനെയാ കൊടുത്തതെന്നോ ഒന്നും തന്നെ അന്വേഷിച്ചിട്ടില്ല. അന്വേഷിക്കാണ്ട് തന്നെ ഈ സെറ്റിൽമെന്റ് ബോർഡ് ആ കാര്യം മുഴുവൻ അംഗീകരിച്ച് അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള നികുതി ഇളവ് അനുവദിക്കുകയും ചെയ്തു. അതേസമയം നിയമപ്രകാരം GST കൊടുത്ത ബാങ്ക് മുഖേന കൈകാര്യം ചെയ്യപ്പെട്ട 2 കമ്പനികൾ അവർ തന്നെയുള്ള കരാറ് അതിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ കോലാഹലം മുഴുവൻ 1.72 പേരും പറഞ്ഞിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDF നേതാക്കൾക്ക് കൊടുത്ത പണം മാത്രമല്ല കണക്കിൽ ഉൾപ്പെടുത്തപ്പെട്ടത്. അതിനു പുറമെ അമ്പലങ്ങൾക്ക് 171 കോടി എന്ത് രസീതിന്റെ അടിസ്ഥാനപ്പെടുത്തിയില്ല പരിശോധിക്കുന്നുണ്ടോ? അതന്നെ CMR എന്നല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ. 171 കോടി. മാധ്യമങ്ങൾക്ക് 16 കോടി. അതന്വേഷിക്കണം. 16 കോടി. അതുപോലെ തന്നെ മറ്റ് ചെലവുകൾക്ക് 39 കോടി. ഈ തുകയുടെ 70% ആദായ ഇളവ് നൽകിക്കഴിഞ്ഞു. അതിനെപ്പറ്റി ഒന്നും അല്ല അത് പരിശോധിക്കേണ്ടതാണ്. എങ്ങനെയല്ല കൊടുത്തെന്നുള്ളത് പരിശോധിക്കട്ടെ. ഇതെല്ലാം പുറത്തു വന്ന വിവരങ്ങളാണല്ലോ. ഞാൻ കണ്ടതല്ല, ഇതെല്ലാം പുറത്തു വന്ന ഞാൻ പറഞ്ഞ വിവരങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മുമ്പിൽ വന്ന വിവരങ്ങളാണ്. അപ്പോൾ ഇവക്ക് ഇളവ് നൽകിക്കഴിഞ്ഞു. ഇത്രയും സംഖ്യക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നികുതി ഇളവ് നൽകുന്നുണ്ട്. ഇതിനൊന്നും വ്യക്തമായ തെളിവില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞ പോലെ ഏതാണെന്നുള്ളതിന് വ്യക്തമായ തെളിവില്ലല്ലോ. തെളിവില്ലെങ്കിലും ഇതെല്ലാം അംഗീകരിക്കപ്പെടുന്നുണ്ട്. പിന്നെ തെളിവിൽ ഉള്ള കാര്യമാണ് അംഗീകരിക്കപ്പെടാതിരിക്കുന്നത്. അതെന്തേ കാര്യം? അത് പിണറായി വിജയന്റെ മകളുടെ പേരുള്ളത് കൊണ്ടാണ് എന്നിപ്പോൾ പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് ഇളവ് നൽകുകയും വീണയുടെ നിയമപരമായി ഉണ്ടാക്കിയ കരാർ മാത്രം പ്രശ്നമാണെന്ന് പറയുന്ന ഒരു നിലയിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള അവസ്ഥ. അല്ല അതൊക്കെ ഹാജരാക്കുമായിരിക്കും. നമുക്ക് അതിന്റെ മേലെ ആ കമ്പനിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് മുമ്പിൽ വരും. അതിന് സമയമുണ്ടല്ലോ. ഇതൊന്നും നിരപരാധിത്വം അവിടെ തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെടും. അതിന് ആർക്കാ തർക്കമുള്ളത്? എന്താ സേവനം എന്നുള്ളത് വ്യക്തമായിക്കോട്ടെ. ഇപ്പോൾ സേവനം വ്യക്തമാക്കട്ടെ, ഞാനല്ലോ അവരെ വ്യക്തമാക്കും. സേവനം നിങ്ങളിപ്പോൾ ഒരു കാര്യം മനസ്സിലായിക്കോ. ഒരു സാധനം നമ്മൾ ഒരു കരാർ തയ്യാറാക്കും. ഇപ്പോൾ ഒരു ലിഫ്റ്റ് വാങ്ങും. നമ്മുടെ ലിഫ്റ്റ് നമ്മൾ ഇറങ്ങാൻ ഉപയോഗിക്കുന്ന ലിഫ്റ്റില്ലേ, അതിന് സേവനത്തിന് പ്രത്യേകമായ പണമുണ്ട്. അത് വേണ്ടി വന്നാലും വേണ്ടി വന്നില്ലെങ്കിലും അതിന് ആ പണം അടച്ചേ പറ്റൂ. അതാ കരാറ്. ഏത് കരാറും അതെ വളരെ വ്യക്തമായിട്ടുള്ള കരാർ അതാണ്. മെയിൻ്റനൻസിന്റെ ഭാഗമായിട്ട് എന്തായാലും വേണ്ടി വരുന്നത് അന്നേരമാണ് സേവനം കൊടുക്കുക. അത് സംബന്ധിച്ച് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. എൻ്റെ അത് സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള എന്തൊക്കെയാണ് വ്യവസ്ഥ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു വരാൻ അതൊക്കെ നിയമപരമായിട്ട് സാധിക്കുമല്ലോ. അതിലൊന്നും നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിക്കോ. നൂറുകണക്കിന് കോടി ഉറുപ്പിക
ഞാൻ ഈ പറഞ്ഞതുപോലെ പണം കൊടുത്തതിന് യാതൊരു വ്യവസ്ഥയില്ലാതെ അതിന് നികുതി ഇളവ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ചോദിച്ചിട്ടേ ഇല്ല, ഒരു പ്രശ്നമേ ചോദിക്കുന്നില്ല. ആ ചോദിക്കാതിരിക്കുന്നു, അത് ചോദിക്കാതെ ഇരിക്കുന്നു. അതെന്താ? ആ അത് മാത്രമല്ല ഞാൻ പറഞ്ഞത്. UDF നേതാക്കന്മാർ വണിച്ച മാത്രമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഓരോന്നും കണക്ക് വേണ്ടില്ലേ. 171 കോടി, അതുപോലെ തന്നെ 16 കോടി, അതുപോലെ 39 കോടി. ഇതെല്ലാം 1.7 കണ്ടല്ലോ. അതിന്റെ അത്രയും വലിയ കോടിയല്ലേ? 16 മാധ്യമങ്ങൾ 16 കോടി. ഇതൊക്കെ വാങ്ങിയത് എല്ലാം ചേർത്ത് നികുതി ഇളവ് നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ പേര് ഉപയോഗപ്പെടുത്തിയിട്ട് രാഷ്ട്രീയമായ കാരണങ്ങളാൽ അത് വലിയ പർവ്വതീകരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് അന്നേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നാളെയും അത് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. ഇത്രയേ പറയാൻ. വാസ്തുതാപരമായിട്ട് ഒരു വശവുമില്ല. അവർ പരിശോധിച്ചു. അത് ആ കമ്പനിയും അതുപോലെ തന്നെ കരാർ ഒപ്പിട്ടുള്ള മറ്റേ കമ്പനിയും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർ തീരുമാനിക്കേണ്ടതല്ലേ? അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സേവനപടിയുണ്ട്. അത് ആ കമ്പനിയല്ലേ തീരുമാനിക്കേണ്ടത്. എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിച്ചത്. നമ്മുടെ അല്ല അത് കമ്പനിയല്ല ഉപദ്രവിക്കുന്നത്. കമ്പനിയല്ല ഉപദ്രവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏജൻസികളാണ്. ആ ഏജൻസികൾ ഇനിയും പലതും പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ പറയുന്നതിനൊന്നും നമ്മൾ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് പറയുന്നത്. ബാക്കി ഇത്രയേ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും വലിയ തുകക്ക് കൃത്യമായിട്ട് ഇളവ് നൽകി. അതിന് യാതൊരു തരത്തിലുള്ള വ്യവസ്ഥാപിതമായ തെളിവുമില്ല. അതിനൊക്കെ ഇളവ് നൽകിയിട്ട് വ്യവസ്ഥാപിതമായ തെളിവുള്ളതിന് ഇളവ് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശ്നം ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളൂ. അത്രയും കണ്ടാൽ മതി. ഏത് അന്വേഷണത്തിന് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് എന്തായാലും പ്രശ്നമുണ്ട്. അതെ, അന്വേഷിക്കട്ടെ. എന്താ അന്വേഷിക്കാത്തതിന്? നിങ്ങൾ എന്തായാലും അന്വേഷിക്കണം. ഞാനിപ്പോൾ പറയുന്നത് അത് അന്വേഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഇളവ് നൽകുകയും ചെയ്തു. അതിൻ്റെ 70% ഇളവ് അവർക്ക് നൽകി. അതുകൊണ്ട് അതിനകത്ത് ഈ റെസീറ്റ് ഉണ്ടായിട്ടാണോ അല്ല എന്തൊക്കെ ഉണ്ടായിട്ടാണോ കൊടുത്തത് ഇളവ്? അത് പരിശോധിച്ച് നോക്കണം. പരിശോധിച്ചോ.